നമസ്തേ. സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെയില്ലാത്ത വോട്ട് ചോർച്ച. ഈ വോട്ട് ചോർച്ച BJPയിലേക്കാണ് എന്നത് നേതാക്കളുടെ ഉറക്കം കെടുത്തുകയാണ്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടി ഈ ആശങ്ക പങ്കുവെക്കുകയാണ്. CPMന്റെ ഉരുക്കുകോട്ടകളായ കയ്യൂരും കരിവെള്ളൂരും മൊറാഴയും, എന്തിന് മുഖ്യമന്ത്രിയുടെ തട്ടകമായ പിണറായിയിൽ പോലും BJP കടന്നു കയറുന്നുവെന്നത് CPMന് ചിന്തിക്കാൻ പോലുമാകാത്ത കാര്യം. പക്ഷേ ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ പാർട്ടി വിയർക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിലെ ഘടകങ്ങൾ ഇഴകീറി പരിശോധിക്കുമെന്ന് പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുകയാണ്. സൺഡേ ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി C. രഘുനാഥ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവരാണ്. ആദ്യം ഡോക്ടർ B. ജയരാജിലേക്കാണ്. ഇടതുപക്ഷ നിരീക്ഷകനാണ്. ഡോക്ടർ ജയരാജ്, CPMനെ സംബന്ധിച്ച് വലിയ ഉൾക്കിടലമുണ്ടാക്കുന്ന വോട്ട് ചോർച്ച, ആ വോട്ട് ചോർച്ച UDFിലേക്കാണ്, കോൺഗ്രസിലേക്കാണ് എന്നതിൽ വലിയ പ്രശ്നമുണ്ടാകാൻ ഇടയില്ലായിരുന്നു. പക്ഷേ ഈ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയിലേക്കാണ് ഈ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വലിയ ഒഴുക്കുണ്ടായത് എന്ന വലിയ ആശങ്ക പ്രവർത്തന റിപ്പോർട്ടിൽ പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്? CPIM എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിക്ക് സമ്മേളനങ്ങൾ നടത്താറുണ്ട്, സമ്മേളനങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് സാധാരണ ചർച്ചകൾ ഉണ്ടാകുന്നത്. അതിന് ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. വിമർശനാത്മകമായി സമീപിക്കേണ്ടതിന് വിമർശനാത്മകമായി സമീപിക്കുകയും സ്വന്തമായിട്ട് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യുന്നുള്ളത് സാധാരണ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലാ ബ്രാഞ്ച് ഘടകങ്ങൾ തൊട്ട് ലോക്കൽ ഘടകങ്ങൾ തൊട്ട് ഏരിയ ഘടകങ്ങൾ തൊട്ട് എല്ലാ ഘടകങ്ങളിലും അത്തരം ഒരു പരിശോധന ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അതിനകത്ത് ഇങ്ങനെ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BJPക്ക് കിട്ടിയ വോട്ട് പാറ്റേൺ എല്ലാ ജില്ലകളിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട്. അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഒക്കെ വരുമ്പോഴത്തേക്കും അത് വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണ്ട് തൊട്ടേ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു പാറ്റേൺ വേറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു പാറ്റേണിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടെ ലോക്കൽ കാര്യങ്ങളൊക്കെ കയറി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച എന്ന് പറയുന്നത് സാധാരണഗതിയിൽ CPM കേഡറുകളിൽ നിന്ന് ചോർന്ന വോട്ടുകളല്ല, CPMന് ലഭിച്ചുകൊണ്ടിരുന്ന ചില വോട്ടുകൾ, അതായത് ഈ സ്വിങ് ചെയ്യുന്ന വോട്ടുകളാണ് ഈ വോട്ട് ചോർച്ച എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അങ്കലാപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ വർഗീയ ധ്രുവീകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഉദാഹരണത്തിന് SDPI, പിന്നെ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കയറുമ്പോഴത്തേക്കും പണ്ട് EMS പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുള്ള ഘടകം തന്നെയാണ് അവിടെ വർക്കൗട്ടായത്. പ്രത്യേകിച്ച് കാഫിർ ഷോട്ട് വിവാദം, മറ്റ് വിഷയങ്ങൾ, വർഗീയമായിട്ടുള്ള ധ്രുവീകരണം, ഷാഫി പറമ്പിൽ പോലുള്ള നേതാക്കന്മാരുടെ ഇടപെടലുകൾ, അത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട പല സംഘടനകളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള UDFനുള്ള സഹായം, ഇതൊക്കെ ജനങ്ങളെ രണ്ട് തട്ടിൽ ആക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് ഒരു സെക്യുലർ ഫാബ്രിക്കിന് തകർച്ച ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈരകി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇടകറി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ നിഷ്പക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വിങ്ങിങ് വോട്ട്സിനകത്ത് ഇതുപോലെ, അതായത് CPM കേഡറിൻ്റെ ഒന്നും വോട്ട് എങ്ങും ചോർന്നു പോയിട്ടില്ല. CPM കേഡർമാരെ ഒരിക്കലും അങ്ങനെ മാറി ചിന്തിക്കുന്നവരുമല്ല. പക്ഷേ അനുഭാവി ഗ്രൂപ്പുകളുടെ ഇടയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഉണ്ടായതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ മാധ്യമ പ്രചരണം, 5-6 മാധ്യമങ്ങൾ ഒരേ സമയം എന്ത് കാര്യം CPMകാർ ചെയ്താലും അല്ലെങ്കിൽ ഭരണപക്ഷം ചെയ്താലും അല്ലെങ്കിൽ എന്ത് നടന്നാലും അതെല്ലാം ഒരാളുടെ പേരിൽ ആരോപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ഗീബൽസിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഒരു ചർച്ചയിൽ തന്നെ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ 3 പേർ ചേർന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധിയെ കടിച്ചു കീറുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ വേട്ട കുറേ നാളുകളായിട്ട് പത്രങ്ങളായിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളായിക്കോട്ടെ, ഇതെല്ലാം നിരന്തരമായി. ഞാനൊന്ന് ഇടപെടുന്നതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ഇതിപ്പോൾ മാധ്യമവേട്ടയല്ല, CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ BJP വലിയ വളർച്ച നേടുകയാണ്
ഇതിനെതിരെ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അത് വെറുതെ പറയുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾക്കറിയാമല്ലോ, പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് അവിടെ BJPക്ക് അവിടെ ഒരു പതാകകളോ കമ്മിറ്റിയോ അങ്ങനെ ഒരു സംവിധാനവുമില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. അവിടെ പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്തിൽ BJP നേടിയ വോട്ടുകൾ എത്രയാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മാത്രവുമല്ല, ആന്തൂരിലെ വിപ്ലവ മണ്ണാണ് മൊറാഴ, അതുപോലെ കല്യാശ്ശേരി, ഇങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ കടന്നു കയറുകയാണ് BJP. അവിടെ CPMന് വലിയ സ്വാധീനമുണ്ട്. അവിടെ UDFന്റെ വോട്ടുകളല്ല, CPMന്റെ ഉരുക്കുകോട്ടകളിൽ നിന്നാണ് BJPയിലേക്ക് ഇത്ര വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായും നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ആ കണക്കുകൾ കൂടി അങ്ങയുടെ മുന്നിലേക്ക് വെക്കാം. ഇതിനകത്ത് കണക്കുകൾ പരിശോധിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ടിംഗ് പാറ്റേൺ ആണ്. അതല്ലാതെ ഈ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ വീണു, അവിടെയെല്ലാം BJP അടിച്ചു കയറി വരുന്നു എന്തെങ്കിലും ഒരു ഭാഷ ക്ഷമിക്കുന്ന ഡോക്ടർ പി ജയരാജ്, കണ്ണൂർ എന്ന് പറയുന്നത് CPMന്റെ പവർ ഹൗസ് ആണ്. പൊളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി. ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക സംസ്ഥാനം. അവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. തലയെടുപ്പുള്ള എല്ലാ നേതാക്കളും കണ്ണൂരിൽ നിന്നാണ്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന ജില്ല. അവിടെയാണ് ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്ന് ഞാൻ പറയുന്നത്. കണക്കുകൾ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡോക്ടർ പി ജയരാജ് സംസാരിക്കുന്നത്. അങ്ങ് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും പാർട്ടിയുടെ സംവിധാനത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരാണ് കണ്ണൂരിലെ സഖാക്കൾ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിനെക്കുറിച്ച് വിജയമാഷ് നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം തന്നെ ഒന്ന് വീണ്ടും തിരിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂർ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ അതിക്രമങ്ങൾ, കണ്ണൂരിലാണല്ലോ ഏറ്റവും കൂടുതൽ CPM കേഡർമാർ കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അതായത് പാർട്ടിയുടെ കോട്ടയിൽ കയറി അടിക്കുക, അതായത് പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളിൽ കയറി ആക്രമിക്കുക എന്നുള്ളത് കുറേ നാളുകളായിട്ട് BJP തുടർന്ന് വരുന്ന. അത് അക്രമ രാഷ്ട്രീയത്തിലൂടെ ആണെങ്കിലും മറ്റ് പ്രചണ്ഡ പ്രചരണങ്ങളിലൂടെ ആണെങ്കിലും ഇപ്പൊ എന്തായാലും അക്രമ രാഷ്ട്രീയമില്ല. അത്തരത്തിലുള്ള അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള UDFും BJPയും കൂടെ ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള, അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും വോട്ടൊന്നും പോയിട്ടില്ല. ആകപ്പാടെ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം കിട്ടിയ, ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം കിട്ടിയ ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ബാക്കി 18 സീറ്റുകളും UDF നേടുന്ന, അല്ലെങ്കിൽ ഒരു സീറ്റ് പിന്നെ BJP നേടുന്ന ഒരു അവസരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഡോക്ടർ ജയരാജ്, ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി ഈ വോട്ട് വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ആന്തൂരിലെ വിപ്ലവ മണ്ണാണല്ലോ മൊറാഴ എന്ന് പറയുന്നത്. അവിടെ 2019 BJP അവിടുത്തെ 2 ബൂത്തുകളിൽ ആകെ പിടിച്ചത് 79 വോട്ട്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ 273, അതായത് 3 ഇരട്ടിയിലധികം വോട്ട്. മൊറാഴ പോലെ ഒരു പ്രദേശത്ത് അവിടെ പാർട്ടിക്ക് അപ്പുറത്തോട്ട് ഒരു സംവിധാനവുമില്ല. അവിടെയാണ് BJP ഇത്തരത്തിൽ 300-ലധികം വോട്ടുകൾ 3 ഇരട്ടിയിലധികം വോട്ടുകൾ സമാഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പിണറായി വിജയന്റെ ബൂത്ത് എടുത്ത് നോക്കൂ. 2019 1376 വോട്ട് മാത്രമുണ്ടായിരുന്ന BJP 2715 വോട്ടിലേക്ക് എത്തുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരിവെള്ളൂർ, കല്യാശ്ശേരി പോലുള്ള പാർട്ടി ചെങ്കോട്ടകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കരിവെള്ളൂർ പാർട്ടിയുടെ അഭിമാന സ്തംഭമാണല്ലോ. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ 172 വോട്ട് പിടിച്ചതിൽ അമ്പരപ്പ് ഉയരുകയാണ്. ഇതാണ് ആശങ്കയായി പറയുന്നത്. അപ്പോൾ കൃത്യമായി CPMന്റെ അടിത്തറ തകരുന്നു എന്ന വിമർശനം, BJPയുടെ വിമർശനം ശരിവെക്കപ്പെടുകയല്ലേ? അല്ലെങ്കിൽ കണ്ണൂരില് ഇങ്ങനെ നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും അതൊന്നും ഒരു ആശങ്കയല്ല. പാർട്ടി സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അതൊക്കെ റെക്ടിഫൈ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിദാസ് രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇതൊക്കെ റെക്ടിഫൈ ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ലഘൂകരിക്കുകയാണ് ഈ പാർട്ടി ഇത്ര വലിയ പതനത്തിലേക്ക് എത്തുമ്പോൾ. ഡോക്ടർ ബി ജയരാജനെ പോലുള്ള ഇടത് നിരീക്ഷകർ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്? മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പ്ലീസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ബി ജയരാജ്, ഞാൻ അങ്ങയിലേക്ക് വരാം പ്ലീസ്. ഒന്ന് MK ഹരിദാസിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ MK ഹരിദാസ്, അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വോട്ട് ചോർച്ച വിള്ളലാണ് CPMന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
നോക്കൂ, ബി ജയരാജ ആയാലും അസ്കർ ആയാലും ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അവരുടെ പാർട്ട് ഓഫ് ഡ്യൂട്ടിയാണ് അവർ നിർവഹിക്കുന്നത്. യെസ്. അവർ പറയുന്നതിലെ അവർക്ക് അതിലത്തെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിലത്തെ യഥാർത്ഥ കാരണങ്ങൾ അവതാരികയായ നിങ്ങൾ പറയുന്നതാണെന്നൊന്നും ബോധമില്ലാതെയല്ല. നാളെ ഇപ്പൊ നമ്മുടെ ബി ജയരാജ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയല്ലാതെ ഇത് അങ്ങേയറ്റം പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? പിന്നീട് അദ്ദേഹത്തിന്റെ പേരിന്റെ അടിയിൽ നമുക്ക് ഇടതുപക്ഷ പ്രതിനിധി എന്ന് എഴുതി കാണിക്കാൻ പാർട്ടി സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തെങ്കിലും പാർട്ടിക്കുള്ളിലെ ജീർണതയെ കുറിച്ച് 2024 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നപ്പോൾ എം എ ബേബി പറഞ്ഞത് പാർട്ടി പൂതലിച്ച അവസ്ഥയിലായി എന്നാണ്. അത് ഒരു കോൺഗ്രസ്സുകാരനും അല്ല ഒരു BJP നേതാവും അല്ല ശ്രീ ജയരാജ് പറഞ്ഞത്. പൂതലിച്ച അവസ്ഥയിലായി പാർട്ടി എന്ന് പറഞ്ഞത്. ഇപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞു എന്തെന്ന്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിനുള്ളിൽ അന്തഛിദ്രവും അവർ തമ്മിലുള്ള അസ്വാരസ്യവും കോൺഗ്രസിലെ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് ഒരു വിലയിരുത്തൽ നടത്താൻ ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഈ ഇടതുഭരണം, ഒന്നാം പിണറായി വിജയന്റെ ഇടതുഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടതിന്റെ പേരിലാണ് രണ്ടാമതും അധികാരത്തിൽ കയറിയത് എന്നൊരു ധാരണയാണ് നിങ്ങൾക്കുള്ളത്. ആ ധാരണ തെറ്റാണ് എന്നുള്ളതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ധർമ്മടത്ത് 30,000 വോട്ടുകൾക്ക് പരം ജയിച്ച ഒരു മുഖ്യമന്ത്രി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അവിടുത്തെ വോട്ടുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം വെറും ഒരു പാറ്റേൺ പറഞ്ഞിട്ട് തള്ളുന്ന ഈ നിസ്സാരവൽക്കരിക്കുന്ന രീതി തന്നെയാണ് പാർട്ടിയിലെ പ്രശ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമ്പൂർണ്ണ സോഷ്യലിസം ഒരു നാൾ തലച്ചുമടായിട്ട് കേരളത്തിൽ വരുമെന്നും എല്ലാവരും തുല്യരാകുമെന്ന് പറയുമ്പോഴും പാർട്ടി അണികളിലുള്ള അസ്വസ്ഥത കാണാൻ പാർട്ടി നേതാക്കൾക്ക് തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാം നിര നേതാക്കളെയും രണ്ടാം നിര നേതാക്കളെയും CPM-ൽ എടുത്തു കഴിഞ്ഞാൽ സമ്പന്നരാണ്, അതിസമ്പന്നരാണ്. ആ സമ്പന്നതയിൽ ഉള്ളുകൊള്ളുന്ന അണികൾ പാർട്ടിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പാർട്ടി നേതാക്കൾ ഒരു ശ്രമം നടത്തേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ള ബോധം ഈ കണ്ണൂരിലായാലും മറ്റു ജില്ലകളിലായാലും ഇല്ല എന്നുള്ള വസ്തുതയായി തന്നെ അവശേഷിക്കുകയാണ്. ഞാനിപ്പോ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. 1978 മുതൽ 85 മുതൽ ഇടതുപക്ഷത്തിന്റെ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ യുവജന സംഘടനയിലെ അംഗമായിരുന്നു ഞാൻ. അപ്പൊ 4-5 പാർട്ടി മീറ്റിങ്ങുകൾക്ക് 5-ൽ കൂടുതലൊന്നും പോകാൻ പറ്റിയിട്ടില്ല, പോയിട്ടുണ്ട്. പറയാൻ പറ്റുമോ അതോ? ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇന്ന് ഇങ്ങനെയാകാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ആവേശമാണ് എന്നിലേക്ക് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ ആകർഷിക്കപ്പെട്ടത്. എന്നാൽ 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഈ UPA എന്ന് പറയുന്ന സംവിധാനത്തെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഈ സുർജിത്തും ജ്യോതി ബസുവും കാണിച്ച വ്യഗ്രത, അതായത് ജൻപത് 10 എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് അവരെ പ്രധാനമന്ത്രിയാക്കാൻ വരെ, ഒരു വിദേശിയായ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വരെ ഇവർ രണ്ടുപേരും തയ്യാറായി. പക്ഷെ ഇറ്റലിക്കാരെ ആരും ബുദ്ധി പഠിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട്, അവർക്ക് അതിന്റെ തന്ത്രം മനസ്സിലാവുന്നത് കൊണ്ട് അവരൊഴിഞ്ഞു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, രണ്ടാമത് പ്രധാനമന്ത്രി. അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന നിലയിലേക്കുള്ള പാർട്ടിയുടെ പോക്കിൽ അങ്ങേയറ്റം മനം നൊന്ത ഒരുപാട് പാർട്ടി പ്രവർത്തകർ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് പോലും വോട്ട് മാറ്റി കുത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളോട് പൊരുത്തപ്പെടാൻ എനിക്കാകുന്നില്ല. അതാണ് പ്രാഥമികമായി അങ്ങേക്ക് പറയാനുള്ളത്. സി രഘുനാഥിലേക്ക് പോവുകയാണ്. സി രഘുനാഥ് കണ്ണൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, BJP ദേശീയ സമിതി അംഗമാണ്. സി രഘുനാഥ്, അങ്ങയുടെ തന്നെ മണ്ഡലത്തിലെ കണക്കുകൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BJP വൻതോതിൽ അവിടെ വോട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 50,000-ൽ പരം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ. തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ BJP 50,000 വോട്ടിൽ കൂടുതൽ, 50,000 വോട്ടൊക്കെ നേടി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ വാർത്തയല്ലാതായി മാറാം. പക്ഷേ കണ്ണൂരിൽ ആ ഉരുക്കുകോട്ടയിൽ BJP 50,000-ത്തിലധികം വോട്ട് കൂടുതൽ പിടിച്ചു എന്ന് പറയുമ്പോൾ BJP പറയുന്ന വാദം കൃത്യമായി ശരിവെക്കപ്പെടുകയാണ്. CPM-ന്റെ തകർച്ചയാണ്,
CPM-ന്റെ തകർച്ചയാണ് ഈ വോട്ട് പാറ്റേണിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷേ അത് പുറത്ത് അംഗീകരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 10-15 വർഷം എടുത്താൽ പോലും BJP ഞങ്ങൾക്ക് ഭീഷണിയല്ല എന്ന് രാഖിരാമാനം പറയുന്ന നേതാക്കൾ. ദാ നോക്കൂ, പ്രവർത്തന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? BJP വളരുകയാണ്, അതിനെതിരെ ജാഗ്രത വേണം, അതിനെ തടയാൻ എന്തെങ്കിലുമൊക്കെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കൂ എന്ന് CPM പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം ഈ സാഹചര്യത്തെ? കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ തകർച്ച പൂർണ്ണമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 65,000 വോട്ടിൽ നിന്ന് 1,20,000 വോട്ടിലേക്ക് BJPക്ക് കണ്ണൂരിൽ വളരാൻ സാധിച്ചിട്ടുണ്ട്. സഖാവ് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ ബൂത്തായ 162-ാം നമ്പർ ബൂത്ത് RC അബല സ്കൂളിൽ 160-ൽ പരം വോട്ടുകൾക്ക് BJPക്ക് ലഭിച്ചു എന്ന് പറയുമ്പോഴും പാർട്ടി ഗ്രാമമായ പിണറായിയിൽ BJPയുടെ ഒരു കൊടിയോ പതാകയോ ഒരു ഓഫീസോ ഇല്ലാത്ത സാഹചര്യത്തിൽ BJPയിലേക്ക് CPM-ൽ നിന്നുള്ള ആളുകളടക്കം ഒഴുകിയതിൻ്റെ ഫലമായാണ് പിണറായി വിജയന്റെ ബൂത്തിൽ പോലും BJPക്ക് ശക്തമായ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി ഗ്രാമമായ കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളെയും BJPക്ക് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്തൊക്കെ വസ്തുതകളെ ഏതൊക്കെ രീതിയിൽ ലഘൂകരിച്ച് കാണാൻ CPM ശ്രമിച്ചാലും സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ബൂത്തിൽ പോലും BJPക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. മട്ടന്നൂരിൽ 1,50,000, 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ ജയിച്ച മട്ടന്നൂരിൽ പോലും BJPക്ക് കടന്നു കയറുവാനും ഏകദേശം 1000-ഓളം ബൂത്തുകളിൽ BJPയുടെ പ്രവർത്തകന്മാർക്ക് ഇരുന്ന് വോട്ട് ചെയ്യുവാനും അതുവഴി BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ BJPക്ക് അനുകൂലമായ ഒരു തരംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിൽ മൊത്തം 20%-ലധികം വോട്ടുകൾ BJPക്ക് നേടുമ്പോൾ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി 13%-ലധികം വോട്ടുകൾ BJPക്ക് നേടാൻ സാധിച്ചത് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നേതൃത്വത്തിനും ഏറെ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ രേഖയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് CPM-നകത്തുള്ള ചെറുപ്പക്കാരുടെ ഒരു നിര പാർട്ടിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഭൂരിഭാഗം വരുന്ന ചെറുപ്പക്കാർ 21-നും 30-നും വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാർ, നിരവധിയായ ചെറുപ്പക്കാർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാഷ്ട്രീയ രംഗത്തെ അപജയത്തെ നോക്കിക്കാണുകയും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതൊരു അത്ഭുത പ്രതിഭാസമായ ഒന്നുമല്ല ഞങ്ങളതിനെ കാണുന്നത്. കാലാനുഗതമായി BJPയിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടരുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കും. നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ ഓരോ സമയത്തും ഓരോ പാർട്ടി ഓരോ ഇലക്ഷനിലും വ്യത്യസ്തങ്ങളായ പാറ്റേൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിതപ്പുന്നത് രാഷ്ട്രീയത്തിലെ വിഡിത്തമായാണ് ഞാൻ കാണുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ ജയിച്ചു വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇടതുപക്ഷക്കാർ ഇപ്പോഴും പറയുന്നത് പോലെ SDPIയുടെ വോട്ട് നേടി കണ്ണൂരിൽ അവർ ഒരുപാട് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇന്ന് മുഴപ്പലങ്ങാട് പോലെയുള്ള പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് SDPIയുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള വസ്തുത മറന്നുകൊണ്ടാണ് SDPIയെ കുറിച്ച് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, കണ്ണൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം 33,000 വോട്ടുകൾ CPM-ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അണികളിൽ നിന്നും BJPക്ക് അനുകൂലമായി ഒരുപാട് വോട്ടുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. 20,000 വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും 35,000-ലധികം വോട്ടുകൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചപ്പോഴാണ് ഞങ്ങൾ ഏറെ മുന്നോട്ട് പോയത്. ഈ മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. പാർട്ടി എന്തൊക്കെ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചാലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി അനുയായികളും പ്രവർത്തകന്മാരും ചെറുപ്പക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈയൊഴിഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് BJPയുടെ വലിയ പ്രതീക്ഷ. ഡോക്ടർ B. ജയരാജ്, ഇനി പറയൂ, നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ്? കോൺഗ്രസ് ആണോ BJP ആണോ നിങ്ങളുടെ മുഖ്യ ശത്രു? തീർച്ചയായിട്ടും ഫാസിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് മുഖ്യ ശത്രു. ഒരു സെക്കൻഡ്. ഫാസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സമീപനം എടുക്കുന്ന പാർട്ടികൾ തന്നെയാണ്.
അതിനകത്ത് മുഖ്യ ശത്രുവായിട്ട് വരുന്നത് BJP തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പിന്നെ കോൺഗ്രസിന്റെ ചില കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിലാണ് നേരത്തെ MK ഹരിദാസ് സൂചിപ്പിച്ചത് കണക്കോലെ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ 10-15 വർഷത്തേക്ക് ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് BJP എന്നാണ് നിരന്തരം നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, നേരത്തെ തന്നെ BJPക്ക് ഇവിടെ വോട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. അത്രയും ശാഖാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി കൃത്യമായി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസിന് വോട്ട് മറിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ BJPക്ക് വിശിഷ്യ. അത് നമ്മൾ രാമപിള്ളച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേ KG മാരാറിന്റെ ആത്മകഥയിലാണെങ്കിലും കോലി സഖ്യത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നിയമം തെരഞ്ഞെടുപ്പിൽ നടത്തിയ നീക്കുപോക്കുകൾ, ഇപ്പൊ തൃശ്ശൂർ നടത്തിയിട്ടുള്ള നീക്കുപോക്കുകൾ, ഇതെല്ലാം നേരത്തെ പരസ്യമായ രഹസ്യങ്ങളാണല്ലോ. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ BJPക്കാർക്ക് വോട്ട് ചെയ്യട്ടെ, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യട്ടെ. ക്രോസ് വോട്ടിംഗ് നടന്നില്ലെങ്കിൽ BJPക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പൂളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് BJPക്ക് കിട്ടും. അത് തന്നെയാണ് ഇത്തവണ. അങ്ങനെ അണികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അത് സ്വാഗതാർഹം തന്നെയാണ്. അതല്ലാതെ ഈ പറഞ്ഞത് കണക്കോലെ മുഖ്യശത്രു CPM ആണ് എന്ന് കണക്ക് കൂട്ടി CPM-കാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം, ഒരൊറ്റ പച്ചത്തുരുത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ കൂടെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ മുതലാളിത്ത ശക്തികളും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാതെ അവരവരുടെ വോട്ട് വാങ്ങി ജയിക്കാനുള്ള ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ചേരണം. അതല്ലാതെ ഈ പറഞ്ഞ കണക്കൊക്കെ അണ്ടർലൈൻ കറൻസ് പറഞ്ഞിട്ടില്ല. പിന്നെ MK ഹരിദാസ് എങ്ങനെ ആയിത്തീരണം, CPM എങ്ങനെ ആയിത്തീരണം, ഇടതുപക്ഷം എങ്ങനെ ആയിത്തീരണം എന്നൊന്നും പറയാനൊന്നും ആളായിട്ടില്ല. അത് നമ്മൾ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോളൂ. അതല്ലെങ്കിൽ പാർട്ടി സംഘടനയ്ക്കകത്ത് ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലയിലെ സഹാക്കൾ തീരുമാനിച്ചോളും. അങ്ങനെ ഒരു ചോർച്ച ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച നടക്കും. അതിനകത്ത് പറഞ്ഞതുപോലെ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവും. എന്തെല്ലാം തിരുത്തണം അതെല്ലാം വന്നിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി വേദികളിൽ അത് ചർച്ച ചെയ്യും. ആരെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ട്, തിരുത്തേണ്ട വിഷയങ്ങളിൽ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല. ഇന്ന് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ, ഈ കണ്ണൂർ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലേക്ക്, CPM-നെ ആകെ വലിയ പ്രതിരോധത്തിലേക്ക് നയിച്ച സംഭവമാണല്ലോ ADM-ന്റെ മരണം. അവിടെ PP ദിവ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തെല്ലാം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ദിവ്യ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തള്ളിക്കളയുന്നുണ്ട്. ദിവ്യ പറഞ്ഞത് ശരിയായില്ല, വളരെ കൃത്യമായി ദിവ്യ ഒരു തരത്തിലും അങ്ങനെയുള്ള പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. പാർട്ടി സ്വയം വിമർശനാത്മകമായി ഒക്കെ പാർട്ടിക്ക് അകത്ത് പറയുന്നുണ്ട്, പക്ഷേ പുറത്ത് പറഞ്ഞത് എന്തെല്ലാമാണ്? ഇന്ന് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സമ്മേളനം. പക്ഷേ ദിവ്യയുടെ കാര്യത്തിൽ എന്താണ് ചെയ്തത്? ദിവ്യയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. അപ്പോൾ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലുണ്ട്. ഇതൊക്കെ അവിടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് PP ദിവ്യയുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ PP ദിവ്യ അനവസരത്തിലാണ് അവിടെ പോയി യാത്രയപ്പ് സമ്മേളനത്തിൽ സംസാരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പാർട്ടിയും അംഗീകരിക്കുന്നുണ്ട്. അനവസരത്തിലായിപ്പോയി വിളിക്കാത്തൊരു സദസ്സിൽ പോയി സംസാരിച്ചു എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണം നടന്നു. പിന്നെ അവർ ഡ്രാക്കുളയാണ്, അവർ പറഞ്ഞതുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു ADM-ആണ്. ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ഇടപെടുന്ന ഈ പറഞ്ഞ കണക്കൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൈതികമായ ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ, ദിവ്യയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ പുറത്തു വന്ന് MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ, MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എന്താണ് ദിവ്യയുടെ കാര്യത്തിൽ ചെയ്തത്? പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന അവസാനമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ചർച്ചയുടെ മേലിലാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ പ്രവർത്തന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടാണെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഒരു പ്രവർത്തന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്
ചർച്ച നടക്കും. അതിനകത്ത് എതിരഭിപ്രായങ്ങളും ഉണ്ടാകും, സിപിഎമ്മിന്റെ സംവിധാനമോ ഒരു തീരുമാനത്തിലെടുക്കും. അല്ലാതെ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ഫൈനൽ വേർഡ് അല്ല. സമ്മേളന നടപടികളോ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ഫൈനൽ റിപ്പോർട്ട് അല്ല. അത് ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്ന ഡോക്യുമെന്റ് ആണ്. വളരെ കൃത്യമായി അറിയാം. വേണ്ടി വെക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഞാൻ ഈ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ ജയരാജ് ഞാൻ ഇരട്ടത്താപ്പാണ് പി ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി എടുത്ത ഇരട്ടത്താപ്പാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. പ്രവർത്തന റിപ്പോർട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണേ, ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ പ്രവർത്തന റിപ്പോർട്ട് വെക്കണ്ടേ? പ്രവർത്തന റിപ്പോർട്ടിൽ എന്ത് വെക്കണമെന്ന് മാധ്യമങ്ങളാണ് അജണ്ട തീരുമാനിക്കുന്നത്. തീരുമാനം സിപിഎം എടുത്ത ഇരട്ടത്താപ്പ് ഈ സമ്മേളനത്തിലും തെളിയുകയാണ്. അവിടെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ തന്നെ പുറത്തു വന്ന സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്താണ് ദിവ്യയെ പരിരക്ഷിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സെക്കൻഡ്, എം കെ ഹരിദാസ് അക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ചർച്ച നടത്തിയിട്ട് അതിനകത്ത് വിമർശനം ഉണ്ടാവും, സ്വയം വിമർശനം ഉണ്ടാവും. അതിനുശേഷമാണ് തീരുമാനത്തിലെത്തുന്നത്. ആ ചർച്ചയ്ക്ക് മറുപടി പറയും. ആ മറുപടി പറയുന്നതിന് മുന്നേ പ്രവർത്തന റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്യാൻ എന്ത് മറുപടിയാണ് വന്നതെന്ന് പോലും അറിയാതെ പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി രേഖയാണെന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ ഈ പരാമർശങ്ങളൊക്കെ ഇടം പിടിക്കുന്നതിന്റെ സാഹചര്യം ഒക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എം കെ ഹരിദാസ്, ഇതിൽ വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് സിപിഎം ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് ആദ്യം തന്നെ ശ്രീ ജയരാജിനോട് പറയാനുള്ളത്, സിപിഎം എന്ന് പറയുന്ന കോടിക്കണക്കിന് പേർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ വേണമെന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അനുഭവം പാർട്ടിയിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കാനുള്ള കാരണമാണ് ഞാൻ 2004 ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. അത് എങ്ങനെ പാർട്ടി വേണം, നാളെ ആരായിട്ട് യോജിക്കണം എന്നുള്ളൊരു അഭിപ്രായമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു എം കെ ഹരിദാസിന് അത്തരത്തിലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ 100 എം കെ ഹരിദാസന്മാർക്ക് അത്തരത്തിലുള്ള അഭിപ്രായം വരാതെ നോക്കേണ്ടത് ഒരു സാഹചര്യത്തിന്റെ ഒരു ആവശ്യമാണെന്ന് കൂടി അങ്ങ് മനസ്സിലാക്കുക. ഈ സിദ്ധാർത്ഥന്റെ മരണവും ഇപ്പൊ ഈ നമ്മുടെ ADM-ന്റെ മരണത്തിന് കാരണക്കാരിയായി എന്ന് പറയുന്ന സ്ത്രീയുടെ വാഗ്ദോരണിയും അതുപോലെ തന്നെ പി ഷെറിനെ പുറത്തുവിടാൻ വേണ്ടി പാർട്ടി എടുത്തിട്ടുള്ള 3 സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യത്തിലും അങ്ങേയറ്റം അസഹിഷ്ണുതയുള്ള പാർട്ടി പ്രവർത്തകരെ ഇല്ല. ഞാൻ താങ്കൾ സംസാരിക്കുമ്പോ താങ്കൾ ഒരു മാന്യനായിട്ടുള്ള അങ്ങേക്ക് എത്രയോ സമയം ഞാൻ തന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം തന്നത് അങ്ങേക്കാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു കൊല്ലത്തെ സംഭവങ്ങള് അദ്ദേഹം പറയുന്നത് വാരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 100 സംഭവങ്ങളില് അങ്ങേയറ്റം എതിർപ്പുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരെ ഉണ്ട്. ഇപ്പൊ ഇന്നലത്തെ ഈ പ്രവർത്തന റിപ്പോർട്ടിന് ശേഷം എന്റെ സംഘടനയ്ക്കായിട്ട് ഫോൺ വഴി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, പാർട്ടി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തിയപ്പോഴും അത് തിരുത്താൻ പാർട്ടി തയ്യാറാവില്ല. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടിമുടി തിരുത്തൽ വേണമെന്ന് MP ഗോവിന്ദൻ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർ വരെ പറഞ്ഞിട്ട് എന്ത് തിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു തിരുത്തലിനും പാർട്ടി തയ്യാറായിട്ടില്ല. എന്ന് പറയുള്ളൂ. 1 മിനിറ്റും കൂടി എനിക്ക് സമയം തരൂ. പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ കണ്ണൂരിലെ പ്രശ്നം 3 ജയരാജന്മാരാണ്. 3 വഞ്ചിയിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ത്? ഒരു വഞ്ചിയിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അവിടെ പി ജയരാജനെ ചെന്താരകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങേയറ്റം അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടിയപ്പോ അതിനെതിരെ പടവാൾ ഉയർത്തിയ പിണറായി വിജയൻ അടക്കമുള്ള പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് എന്തുമാകാം, കാരണഭൂതനാകാം, ഫിനിക്സ് പക്ഷിയാകാം, അദ്ദേഹം ഉദയസൂര്യനെ പോലും നശിപ്പിക്കുന്ന തേജസ്സുള്ള വ്യക്തിയായി കാണാം. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് പവിത്രമായി കരുതാം. അച്യുതാനന്ദനെ കോവളത്തെ സമ്മേളനത്തിലെ കടൽ തിരമാലകളിലെ കോരിയ ബക്കറ്റിൽ കോരി കടൽ തിരമാലകളാക്കിയിട്ട് ഒരു ശാസനാരൂപത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള എല്ലാ പുകഴ്ത്തലുകൾക്കും അടിമയായിട്ട് പാർട്ടി ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുന്നത്. അതിൽ എത്രയോ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങേയറ്റം അസഹിഷ്ണുതയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. പാർട്ടി എങ്ങനെ വേണമെന്നൊന്നും ഒരു സാധാരണക്കാരായി എം കെ ഹരിദാസൻ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഊന്നി പറയുകയാണ്. സി രഘുനാഥ്, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, അതായത് ഈ ജില്ലാ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ MP ജയരാജൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്.
CPM ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഭരണപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും വലിയ വീഴ്ചകൾ ഉണ്ടാകുകയാണ്. അത്തരത്തിൽ സ്വയം വിമർശനാത്മകമായി ഈ പാർട്ടി സമ്മേളനത്തെ നോക്കിക്കാണുകയാണ്. അത്തരത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനത്തിന്റെ കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത്. MV ജയരാജനെ പോലൊരാൾ വളരെ കൃത്യമായി പറയുകയാണ് ഇത്തരത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന്. ഭരണപരമായ വീഴ്ച നമുക്ക് അംഗീകരിക്കാം. ഒരു സർക്കാരാണ്, ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റാം. പക്ഷേ രാഷ്ട്രീയപരമായും സംഘടനാപരമായും പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നത് തന്നെ ആ പാർട്ടിയുടെ തകർച്ചയല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? സംഘടനാപരമായും രാഷ്ട്രീയപരമായും CPM കണ്ണൂർ ജില്ലയിലും കേരളത്തിലും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്മേളനങ്ങൾ ഇതുപോലെയുള്ള ആത്മവിമർശനവും പരിശോധനയൊക്കെ നടക്കുമെങ്കിലും പാർട്ടിയുടെ ലോക്കൽ സഖാവ് മുതൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിന് മുകളിലുള്ളവർ വരെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് CPMന്റെ ഭാഗത്തുനിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ആ പാർട്ടിയെ കൈയൊഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരിന്നേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് BJP പോലെയുള്ള സംഘടനകളിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും BJPക്ക് അനുകൂലമായി ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കാര്യപ്രാപ്തിയുള്ള നരേന്ദ്രമോദിയുടെ കീഴിൽ അണിനിരക്കുന്നതിന് വേണ്ടി യുവതലമുറ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും കണ്ണൂർ ജില്ലയിൽ DYFIയുടെ ശക്തി കേന്ദ്രമാണ്. ആ DYFIയിൽ നിന്നാണ് നിരവധിയായ ചെറുപ്പക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ണൂർ നിലനിൽക്കുകയാണ്. പാർട്ടിയുടെ കോട്ടകൊത്തളമായ അഴീക്കോട് നിന്ന്, അതുപോലെ തന്നെ ധർമ്മടത്ത് നിന്ന്, കണ്ണൂരിൽ നിന്ന്, മട്ടന്നൂരിൽ നിന്ന്, തളിപ്പറമ്പ് നിന്ന്, കല്യാശ്ശേരിയിൽ നിന്ന് നിരവധിയായ CPMന്റെ പ്രവർത്തകന്മാർ ഈ പാർട്ടി നേതൃത്വവുമായി കലഹിച്ച് അവരുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പ്രാദേശിക നേതൃത്വവുമായി കലഹിച്ച് പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെ തിരുത്തൽ രേഖകൾ അവർ കൊണ്ടുവന്നാലും കണ്ണൂരിൽ CPM തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് ആ പാർട്ടിയെ സംരക്ഷിക്കുവാനും അതിനെ വെള്ളപൂശുവാനുള്ള ബാധ്യതയൊക്കെയുണ്ട്. പക്ഷേ കണ്ണൂരിലെ ചെറുപ്പക്കാർ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് നിരവധിയായ ചെറുപ്പക്കാർ ഈ പാർട്ടിയെ കൈയൊഴിഞ്ഞുകൊണ്ട് BJPയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, മട്ടന്നൂർ പോലെയുള്ള സ്ഥലം, തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലം, KV സുമേഷ് ജയിച്ച അഴീക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും BJPക്ക് ഇരട്ടയിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചത്, 65,000 വോട്ടിൽ നിന്ന് 1,20,000-ത്തിലധികം വോട്ടുകൾ നേടാൻ നമുക്ക് സാധിച്ചത് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വളരെ രൂക്ഷമാണ്. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ CPMന് വലിയ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. CPMൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ തന്നെ ഞങ്ങൾക്കറിയാം. കോൺഗ്രസിൽ നിന്നും CPMൽ നിന്ന് വരുന്ന ആളുകൾ, നിരവധിയായ ആളുകൾ പാർട്ടിയുമായി BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ട്. ചെറുപ്പക്കാരുടെ നിരാശ, അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുടെ നേതാക്കന്മാരെ കുറിച്ചുള്ള അടികളുടെ വിശ്വാസക്കുറവ്, ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അതിനെ ഈ നാട്ടിലെ പൊതുജനങ്ങൾ നോക്കിക്കാണുന്നു. CPMുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ആ പാർട്ടിയെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടതുപക്ഷ അനുഭാവി, ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തിൽ രക്ഷയില്ല എന്നുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റക്കാരിയായ ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി തയ്യാറാകുന്നു. ഇന്ന് പാർട്ടിയുടെ രേഖയിൽ ദിവ്യയെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും ദിവ്യക്ക് വേണ്ടിയുള്ള മുഴുവൻ സംരക്ഷണവും പാർട്ടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തനിനിറം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേരിടുന്ന ഈ തകർച്ച ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമാകും എന്ന് വിശ്വസിക്കുകയാണ്. 35,000-ത്തിലധികം വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകന്മാരും CPMനെ കൈയൊഴിഞ്ഞുകൊണ്ട് BJPയെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ മുന്നോട്ട് പോകുമ്പോഴേ പാർട്ടി എന്തൊക്കെ മിനുക്കപടികൾ ചെയ്താലും, എന്തൊക്കെ പുതിയ പുറമേയുള്ള ലേപനങ്ങൾ പുരട്ടിയാലും
അവർക്ക് ആ പാർട്ടിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ പാർട്ടി തയ്യാറാവുന്നതോടുകൂടി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തിന് കീഴിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിവ് പൊതുസമൂഹം മനസ്സിലാക്കുമ്പോഴേ അതിനെ നോക്കിക്കാണുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ അതിനെതിരെ പ്രതികരിക്കുവാനും വളരെ നിശബ്ദമായി പ്രതികരിക്കാൻ ഒരു പറ്റം ചെറുപ്പക്കാരും ഒരു പറ്റം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും തയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു രേഖയെങ്കിലും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ഈ ചർച്ച കൊണ്ടൊന്നും കണ്ണൂർ ജില്ലയിൽ CPM രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം CPM അതിന്റെ അപജയത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM കേരളത്തിൽ നിന്ന് അസ്തമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. 11 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP ജയിക്കുന്ന സാഹചര്യമുണ്ട്. ഏകദേശം 20 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തുണ്ട്. ഏകദേശം 30 മണ്ഡലങ്ങളിൽ 30,000 വോട്ട് ലഭിച്ച് 20%-ലധികം വോട്ടുകൾ നേടിയ ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ CPMന്റെ തകർച്ചയിലൂടെ, കോൺഗ്രസിന്റെ തകർച്ചയിലൂടെ കേരളത്തിൽ BJP ശക്തമായി മുന്നോട്ട് വരും. അത് കണ്ണൂർ ജില്ലയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഡോക്ടർ B. ജയരാജിലേക്കാണ്. ജയരാജ്, ഇങ്ങനെയാണ് സ്ഥിതി. അതായത് ഇപ്പോൾ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യമായ ഒരു വിലയിരുത്തൽ, രാഷ്ട്രീയ വിലയിരുത്തൽ ഉണ്ടായി. അതിൽ പറയുന്നത് 20-ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് അവിടെ ജയിച്ചു കയറാൻ കഴിയുന്ന കൃത്യമായ സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നുയർന്ന ഈ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇത് സ്വയം വിമർശനാത്മകമായി കണ്ടുകൊണ്ട് ഇതിൽ വളരെ പെട്ടെന്ന് തിരുത്തലുകൾ വരുത്താം എന്നൊക്കെ പറയുന്നതൊന്നും അത്ര കണ്ട് പ്രാവർത്തികമാകില്ല എന്നാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ വലിയ ആശങ്കയുടെ നാളുകളാണ് CPMന് വരാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തൽ. നീലിമ, ഇതിന് അദ്ദേഹത്തിന് അങ്ങനെ വിലയിരുത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. പിന്നെ ഈ അഴിമതിയും സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ തെളിവുകളുണ്ടല്ലോ. ഈ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ പോലീസിന് കൈമാറട്ടെ. കോടതി അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ED കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ. കുറേ അന്വേഷണങ്ങൾ നമ്മൾ കേരളം കണ്ടതല്ലേ. എന്നിട്ട് ഏതെങ്കിലും അന്വേഷണത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ജയിലിൽ അടച്ചതായിട്ടോ ശിക്ഷിച്ചതായിട്ടോ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പിഴയെങ്കിലും ചുമത്തിയിട്ടുണ്ടോ? ചുമ്മാതെ സ്വജനപക്ഷവും അഴിമതിയും എന്നൊക്കെ വെറുതെ പറയുന്നത് പോലെ കൃത്യമായ തെളിവുകളോടെ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. അവർ സ്വജനപക്ഷപാതം നടത്തിയിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ എവിടെ? ആ രേഖകൾ കൊണ്ടുവന്ന് ഹാജരാക്കട്ടെ. അതിന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യമായിട്ടാണ് വളരെ വിചിത്രമായിട്ടൊരു വാരം. ഇപ്പോൾ 2019 ഇതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിൽ സീറ്റുകൾ പിടിച്ചത്. ഇത് അവസാനത്തെ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ പോലും അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വേറെ രീതിയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന വേറെ രീതിയിലും, അതുപോലെ നിയമസഭയെ വിലയിരുത്തുന്ന വേറെ രീതിയിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലാണ് ഒരു പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നതെങ്കിൽ, നിയമസഭ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കേരളം എന്ന് പറഞ്ഞ് ചിന്തിക്കുകയും കേരളത്തിന്റെ നേട്ടത്തിന് ആരുണ്ടാവണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ആളുകളാണ്, ഒരുപാട് പ്രാദേശിക വിഷയങ്ങളാണ് അതിനകത്ത് വരുന്നത്. ആ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിലയിരുത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു പക്ഷേ വാദത്തിന് ആ വാദം മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ കണ്ണൂർ ഒഴികെ ബാക്കി ജില്ലകളിൽ ഈ പറയുന്ന സിദ്ധാന്തം ഒരുപക്ഷെ പ്രാവർത്തികമായിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കാം. ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ കണ്ണൂര് പോലെ പാർട്ടിയുടെ പവർ ഹൗസിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നോക്കിയാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ലോക്സഭയും നിയമസഭയും ഒക്കെ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കണ്ണൂരിൽ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഡോക്ടർ B. ജയരാജ്, നീലിമയ്ക്ക് അറിയില്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K. സുധാകരൻ തുടങ്ങിയവർ എത്രയോ വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂര്. ആ കണ്ണൂരിൽ നിന്ന് ലോക്സഭയിൽ എത്രയോ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ജയാവജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
BJP വന്നത് ഇപ്പോഴേ BJP ആദ്യകാലം തൊട്ടേ ഒരു സംഘർഷത്തിന്റെ നിലവിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള സംഘർഷങ്ങളെല്ലാം ഒഴിവായി നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ മാസങ്ങളിലൊക്കെ, അതായത് ഉത്സവ സീസൺ, തെയ്യം തിറയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വിരാമം ഇട്ടു എന്ന് പറയുന്നത് തന്നെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. പരസ്പരം അന്യോന്യം വാളങ്ങി വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് കുറച്ചുകൂടി മര്യാദയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ആ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. സി രഘുനാഥ്, ഇതിൽ യഥാർത്ഥത്തിൽ CPM-ന്റെ അടികൾക്ക് വളരെ കൃത്യമായൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അങ്ങനെ വെട്ടാനും കൊല്ലാനും മാത്രം നിൽക്കേണ്ടവരല്ല ഞങ്ങൾ എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട്. അവരുടെ ആക്രമണോത്സുകത കുറഞ്ഞതൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ വെട്ടാനും കൊല്ലാനും ആളെ കിട്ടാതായി. ഒരുപക്ഷെ അതായിരിക്കില്ലേ അത്തരത്തിലൊരു കാരണം? ഏറ്റവും അധികം ബലിദാനികളുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. നിങ്ങൾക്കറിയാം, CPM-ന്റെ കടാര രാഷ്ട്രീയത്തിന് 171ഓളം ബലിദാനികളുണ്ടായ ഒരു പാർട്ടിയാണ് BJP എന്ന് ഓർക്കുക. ഏതായാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് അക്രമ രാഷ്ട്രീയം ശരിയല്ല എന്നുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ അതിനെ ഏറെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് BJP. കാരണം BJP-യെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏറെ ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് CPM-ന്റെ കടാര രാഷ്ട്രീയത്തിന്. നിങ്ങൾക്കറിയാവുന്നതേ കണ്ണൂരിലത്തെ രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. പാർട്ടി ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഇവിടെ RSSകാരന് പ്രവേശനമില്ല. ഒരു തെയ്യത്തിന് പോവുകയാണെങ്കിൽ, തിറക്ക് പോവുകയാണെങ്കിൽ, ഉത്സവത്തിന് പോവുകയാണെങ്കിൽ BJP-കാരന് ഇവിടെ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്ന ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു പാർട്ടിയാണ് CPM കണ്ണൂർ ജില്ലയിൽ. പാർട്ടി ഗ്രാമങ്ങളിൽ പലപ്പോഴും ബോർഡുകൾ കാണാം. ആ ബോർഡിനകത്ത് പറയുന്നത് RSSകാർക്ക് പ്രവേശനമില്ല എന്നാണ്. അത്രമാത്രം ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു പാർട്ടി കണ്ണൂർ ജില്ലയിൽ കൊലപാതക രാഷ്ട്രീയം നിർത്താൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായി ഞങ്ങൾ കാണുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരെ ഇടതുപക്ഷത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തലമുറ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. നേരത്തെ ജയരാജൻ പറഞ്ഞതുപോലെ നേതാക്കന്മാർ പണക്കൊഴുപ്പിൽ വലിയ വലിയ മുതലാളിമാരായി മാറുമ്പോൾ, അവരുടെ ജീവിത സാഹചര്യം മാറുമ്പോൾ, അവരുടെ ബോഡി ലാംഗ്വേജ് മാറുമ്പോൾ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും മാറ്റമുണ്ടാകുമ്പോൾ കണ്ണൂരിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ അവരെ നേതാക്കന്മാരെ വിലയിരുത്തിക്കൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. നേരത്തെ ജയരാജൻ പറയുകയുണ്ട തെളിവുണ്ടെങ്കിൽ പറയട്ടെ എന്ന്. തെളിവൊക്കെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന അഴിമതി, പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടക്കുന്ന അഴിമതി, ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി, കരാറുകാരിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ടുള്ള അഴിമതി, അങ്ങനെ നിരവധിയായ അഴിമതിയുടെ കഥകൾ നാറുന്ന കഥകൾ കണ്ണൂർ ജില്ലയിലും പരിസരത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ ജയരാജനെ പോലെയുള്ള ആളുകൾ ആ പാർട്ടിക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും, അതിന് എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് കേരളത്തിലെയും കണ്ണൂരിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല കാര്യമായി കാണുന്നു. കണ്ണൂർ ജില്ലയിൽ എനിക്ക് ഒരു തുള്ളി രക്തം പോലും, ഒരു സാധാരണക്കാരന്റെ രക്തം പോലും ഇവിടെ നഷ്ടം പാടില്ല എന്ന് BJPയും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, BJP ശക്തമായ വളർച്ചയുടെ പാതയിൽ കണ്ണൂർ ജില്ലയിൽ നിൽക്കുമ്പോൾ അതിൽ റോഷാഗുൽ റായി ഇപ്പോഴും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കരിവള്ളൂർ പയ്യന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ആളുകൾ കടന്നു വന്ന് ബൂത്ത് കമ്മിറ്റി കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത്, എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെടുകയും BJPക്ക് വിരലിലുണ്ടാവുന്ന വോട്ടുകളുള്ള സ്ഥലത്ത് 100-ൽ പരം വോട്ടുകൾ ലഭിച്ചു എന്ന് പാർട്ടി അടികളിൽ ആശങ്കയുണ്ടാക്കി പാർട്ടി പരിപാടികളിൽ BJPയുടെ സമ്മേളനങ്ങളിൽ കടന്നു കയറി അതിക്രമിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാർട്ടി ഗ്രാമങ്ങളിൽ ഇന്നും ഇവിടെ ഇരിക്കുന്ന ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിലെ ഒരു ഉത്സവത്തിന് പോകാൻ BJPക്കാർക്ക് അനുവാദമില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിയുക. അവിടെയൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ കൊടിവെച്ചിട്ട് അവിടെ ബോർഡ് വെച്ചിരിക്കുകയാണ്, BJPക്കാർക്ക് പ്രവേശനമില്ല എന്ന്. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്. നാഴികക്ക് 40 വട്ടം ഫാസിസത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന
മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിലാണ് BJP-ക്കാരന് പ്രവേശനം നിശ്ചയിക്കുന്ന സമീപനം കണ്ണൂർ ജില്ലയിലുള്ളത്. പക്ഷെ ഒരു കാര്യം ഏറെ നമുക്ക് ശുഭ സൂചകമായി തോന്നുകയാണ്. പാർട്ടി അണികളിൽ നിന്ന് ചെറുപ്പക്കാർ കൊഴിഞ്ഞു പോകുന്നു, ചെറുപ്പക്കാർ ചിന്തിക്കുന്നു, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പാർട്ടിയെ കൈവിടുന്നു. രഹസ്യമായും പരസ്യമായും BJP-യോട് ചേർന്ന് പ്രവർത്തിക്കാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അവിടെ ഒരു അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ജയരാജൻ പറയുന്ന ഉയർത്തുകയാണ്. ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ അവലോകനം കഴിഞ്ഞപ്പോൾ പാർട്ടിയും അത്തരത്തിലൊരു രേഖയൊക്കെ പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ന്യൂനപക്ഷ പ്രീണനം വൻതോതിൽ CPM-നെ ഈ ഹൈന്ദവ വോട്ടുകൾ അകറ്റുന്നതിൽ നിന്ന് വലിയ കാരണമായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്തെടുത്തു നോക്കിയാലും പലസ്തീനു വേണ്ടി വലിയ മുറവിളി, ഇസ്രായേലിനെതിരെ കൊടുമ്പിരി കൊണ്ട ആക്രമണം, ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം CPM നിലകൊള്ളുന്നു എന്ന ഒരു തോന്നൽ, ആ തോന്നൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി ഇവിടെ നൽകപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈഴവ ബെൽറ്റുകളിലൊക്കെ ഉണ്ടായ വോട്ട് ചോർച്ച, അത് CPM-ന്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കായി കരുതിയിരുന്ന മേഖല, അവിടെ നിന്നൊക്കെ വൻതോതിൽ കൊഴിഞ്ഞുപോക്കുണ്ടായി. ആ വോട്ടുകളൊക്കെ BJP-യിലേക്ക് ചെന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം തെറ്റായി എന്ന് സമ്മതിക്കാൻ ഈ ഘട്ടത്തിൽ CPM തയ്യാറാകുമോ? ഇതിനകത്തുള്ള പറഞ്ഞാൽ ഈ BDJS ഉണ്ടാക്കി നോക്കി, എന്നിട്ട് എന്ത് നേടി കേരളത്തില്? എന്നോടല്ലേ ചോദിച്ചത്? ജയരാജിലേക്കാണ് പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്. അപ്പോഴേ ഇതിനകത്ത് BDJS ഉണ്ടായിട്ട് എന്ത് നേട്ടം ഉണ്ടായി? ഇപ്പൊ BDJS BJP വിടുന്നു എന്നുള്ള ശ്രുതിയൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട്. അതുപോലെ തന്നെ ശ്രീനാരായണനിൽ ബഹുഭൂരിപക്ഷ ആളുകൾ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെയാണ്. ആശയങ്ങളുടെ മണ്ണിലാണ് അവർ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നൊരു ശ്രുതിയൊക്കെ ഇടയ്ക്ക് വെച്ച്. എന്തായാലും അവര് അതൃപ്തരാണ്, പൂർണ്ണമായും തൃപ്തരല്ല എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ രാഷ്ട്രീയ കാര്യം. പക്ഷെ ബഹുഭൂരിപക്ഷ ആളുകളും ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ട മണ്ണിലൂടെയാണ് ഇടതുവിടെ പുരോഗമന ചിന്തകൾ ഉണ്ടായതെന്നും ഇവിടെ കേരളത്തിൽ മാറ്റം ഉണ്ടായെന്നും അതിൽ നിന്നാണ് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായെന്നും ജാതിക്കെതിരെയുള്ള സമരങ്ങൾ നയിച്ചതെന്നും ഒക്കെ കേരള ചരിത്രം വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് ഒരുപക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെ ആവുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് അത്ര ഭയങ്കര എന്താണ് അതിന് പറയുന്നത്, അങ്ങനെ ഒരു കമ്മ്യൂണൽ ടോളറൻസ് ഉള്ള ആളുകളാണ്. അവരങ്ങനെ കമ്മ്യൂണൽ ഇൻടോളറൻസ് ഒന്നുമില്ല. ഈ പ്രീണനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊക്കെ മേഖലകളിൽ പതനം ഉണ്ടായി എന്നത് അംഗീകരിക്കാൻ പോലും ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുകയാണ്. MK ഹരിദാസ്, ആലപ്പുഴയിലൊക്കെ നമ്മൾ ആ വലിയ മാറ്റം കണ്ടതാണ്. പക്ഷെ എനിക്ക് ആദ്യം ജയരാജിനോട് മറുപടി പറയാനും അതിനൊരു 30 സെക്കൻഡ്. സ്വജനപക്ഷപാതം നടന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു ഏജൻസിക്ക് മുന്നിലും ഒരു തെളിവ് കൊടുക്കാനും ഒന്നും സാധിക്കാത്ത അന്തം വിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ. KT ജലീൽ എന്തിനാണ് സാർ രാജിവെച്ചത്? KT ജലീൽ രാജിവെച്ചത് സ്വജനപക്ഷപാതത്തിന്റെ പേരില് ലോകായുക്തയിൽ നിന്നും വന്ന ഒരു വിധി ഹൈക്കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി ചോദിച്ചത് എന്താ? ഇദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി തുടരുകയാണോ എന്നാണ് ചോദിച്ചത്. EP ജയരാജൻ കുറച്ചു കാലത്തെങ്കിലും രാജിവെക്കേണ്ടി വന്നത് എന്താണ് സാർ? അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴത്തെ കാര്യം പറയും സമയം തരികയാണെങ്കിലോ ഒരു ഡസൻ സ്വജനപക്ഷപാതത്തിന്റെ കാര്യം എനിക്ക് മാത്രം അറിയാം. പിന്നെ ഇവിടെ BJP വക്താവ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല നീലിമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കേരളത്തിലെ BJPക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ നിന്നും വൈപ്പ് ഔട്ട് ചെയ്യത്തക്ക പ്രാപ്തി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നേതൃത്വത്തിന്റെ അഭാവം അങ്ങേയറ്റം നേരിടുകയാണ് BJP. ഇനി മാത്രവുമല്ല, നേതൃത്വത്തിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പീസവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ BJPയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവ ദിശയിലാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ നേതാക്കൾ തമ്മിൽ തല്ലുമ്പോൾ
CPM എന്ന് പറയുന്ന വലിയൊരു വടവൃക്ഷത്തെ BJP കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനോട് യോജിപ്പില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോടല്ല, എനിക്കതിനോട് യോജിപ്പില്ല. ഇനി അങ്ങനെ സംഭവിക്കാനുള്ള ഏക സാധ്യത ഞാൻ കാണുന്നത്, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറഞ്ഞുവല്ലോ, മൂന്നാമത് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന്. മൂന്നാമതും പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ, CPM എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ബലക്ഷയം വന്ന ഒരു വൃക്ഷമായി CPM നിലം പതിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അധികാരം മത്ത് പിടിപ്പിച്ച ഒന്നാം നിര രണ്ടാം നിര നേതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒന്നാം നിര രണ്ടാം നിര നേതാക്കളുടെ 2014 മുമ്പുള്ള സാമ്പത്തിക ശേഷിയും ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അധികാരം അവർക്കൊരു വരുമാന മാർഗമായി അവർ കൊണ്ടു നടന്നോ എന്നും താഴെ തട്ടിലേക്ക് കൂടി അതിന്റെ വ്യാപ്തി എത്തിയോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അല്ലാതെ BJPയുടെ വളർച്ച കൊണ്ടോ കോൺഗ്രസിൽ അന്തഛിദ്രം കൊണ്ടോ CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് പറയോ, ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ വരുമാന മാർഗമായി നേതാക്കൾ ചിത്രീകരിച്ച് കൊണ്ടു നടക്കുമ്പോൾ ഇതിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരുപാട് പാവങ്ങളുണ്ട്. ഈ പാർട്ടി കൊണ്ട് കേരളം രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. ഷൊർണൂർ ഉണ്ടാക്കിയ അപ്പം എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റ് ദിവസം 1750 രൂപ ഉണ്ടാക്കൂ എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ളവര്, അത് വിശ്വസിക്കുന്നവർ കേരളത്തിൽ ഉണ്ട് എന്ന് വരികിൽ പാർട്ടിയാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM-ലുള്ളപ്പോ CPM-നെ ഇപ്പോഴത്തെ BJPയുടെ ശക്തി വെച്ചിട്ട് കേരളത്തിൽ ഇല്ലാതാക്കാം എന്നുള്ളതൊക്കെ വ്യാമോഹമാണെന്നാണ് തോന്നുന്നത്. ഈ ഇപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് കൂടി, ഇപ്പൊ ഇവിടെ സംസാരിച്ച BJP വക്താവിനെക്കാട്ടിലും ഈ ജയരാജിനെക്കാട്ടിലും ഒക്കെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങേയറ്റം കുറഞ്ഞ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടായി ഇതിനെ കണ്ടാലും എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഓക്കെ, അതാണ് MK ഹരിദാസിന്റെ വിശകലനം. ശ്രീ രഘുനാഥ്, ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായ ഒരു മാറ്റം അത് ന്യൂനപക്ഷ പ്രീണനവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അതിനെപ്പോലും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് CPM-ന്റെ ഈ രേഖയിൽ, ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ് ഹൈന്ദവ വോട്ടുകളിൽ ഈ ഒരു വിള്ളൽ ഉണ്ടായതിൻ്റെ മുഖ്യമായ കാരണം? നമുക്കറിയാം, ഈ പലസ്തീൻ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇവിടെ എത്രയോ വലിയ സദസ്സുകൾ സംഘടിപ്പിച്ചു. ആ സമയം ബംഗ്ലാദേശിൽ കടുത്ത ഹൈന്ദവ വേട്ട നടക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉഴിയാടാൻ ഇവരാരും തയ്യാറായില്ല. ഈ കൃത്യമായ പ്രീണനം അണികൾ തിരിച്ചറിഞ്ഞു എന്നതല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? തീർച്ചയായും ഇടതു വലത് മുന്നണികൾ ന്യൂനപക്ഷ പ്രീണനവുമായി മുന്നോട്ട് പോയപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് CPM-നെ പറയാം. അതിനകത്തുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ അണികളും പ്രവർത്തകന്മാരും പാർട്ടിക്കെതിരായി ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. കേരളത്തിൽ പലസ്തീന് വേണ്ടി നിരവധിയായ സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ ബംഗ്ലാദേശിലുള്ള ഹൈന്ദവ ജനതയ്ക്ക് ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ ജനതക്കെതിരെ ന്യൂനപക്ഷ ആയ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന അതിക്രമത്തെ അപലപിക്കുവാൻ കേരളത്തിലെ ഇടത് വലത് ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരോ ഇടത് വലത് രാഷ്ട്രീയക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിലുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറെ പ്രീണന നയമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. ഈ സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർത്തിയാക്കാൻ സമയമായി. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെയില്ലാത്ത വോട്ട് ചോർച്ച അത് CPM-നെ വലിയ അങ്കലാപ്പിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ജന ഡിബേറ്റ്, സൺഡേ ഡിബേറ്റ് ഈ വിഷയം ആണ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.